തലശ്ശേരിക്കാരനാണ്. ഞാനിപ്പോൾ ഉള്ളത് പാച്ചപ്പൊയ്യ, അതായത് കൂത്തുപറമ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാറി പാച്ചപ്പൊയ്യ വെള്ളപ്പന്തൽ റോഡ്. നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള 14 സെൻറ്റ് സ്ഥലവും 3200 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു ഏരിയ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നൽകിയിട്ടുണ്ട്. 14 സെൻറ്റ് ഉണ്ട് ടോട്ടൽ. അതിൽ നല്ലൊരു ഏരിയ ഒരു സൈഡ് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ഏരിയയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. ചുറ്റുഭാഗം ഇൻ്റർലോക്കും കാര്യങ്ങളും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തോട്ടേക്ക് പോകാം. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് തന്നെ ഈ ഒരു വീട് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തോട്ട് പോയി നോക്കാമല്ലോ നമുക്ക്. അത് കുറച്ച് വെളിച്ചക്കുറവുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ എൻട്രൻസിൽ വരുന്നൊരു ലിവിങ് സ്പേസാണിത്. അതേപോലെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ്, ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒപ്പം തന്നെ ഒരു സെപ്പറേറ്റ് സ്പേസ്, അതായത് നമുക്ക് വാഷ് ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാഷ് ബേസ് ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഹാളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സെൻട്രൽ ഹാള് അതുപോലെ ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ സ്പേസ് ഇതാണ്. അതേപോലെ ഇവിടെ ഒരു സിറ്റ് ഔട്ടൊക്കെ ഒരു ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി ഒരു കോട്ടയാട് രീതിയിലാണ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു വാഷ് ബേസ് ഏരിയ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ അതൊരു വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇത് ഒരു ലിവിങ് സ്പേസ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഇവിടെ നിങ്ങൾക്ക് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ അവിടെ ഒരു ബാത്റൂം സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമാണ് ഇത് വരുന്നത്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ ഒരു വാഷ് ബേസ് ഏരിയയും ബാത്റൂം സ്പേസ് ആയിട്ട് ഇവിടെ പൈപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പുറത്തോട്ടേക്കുള്ള ഫിറ്റിങ്സും ടൈലിൻ്റെ വർക്കൊക്കെയാണ് ഇതിൻ്റെ പെൻഡിങ് വരുന്നത്. പിന്നെ നമ്മൾ കിച്ചൺ സ്പേസ് ഇതാണ്. കിച്ചൺ സ്പേസ് കിച്ചൺ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ് ആണ്, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും സ്പേസ് വർക്ക് ഏരിയ ആയിട്ട് ഇങ്ങനെ നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോർ റൂം സ്പേസ് ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമിൻ്റെ സ്പേസ് കൊടുത്ത് കിണറിലേക്കുള്ള ഒരു കിണറിൻ്റെ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അത്യാവശ്യം നല്ലോണം വലിയ ആഴമൊന്നുമില്ല. ഔട്ട് സൈഡിലേക്ക് ഇവിടെ ഒരു എക്സിറ്റാണ് വരുന്നത്. ഇപ്പം കല്ലൊക്കെ വെച്ച് അടച്ചതാണ്. പിന്നെ നമുക്ക് ഒന്നാമത്തെ നിലയിലേക്ക് താഴെ ഒരു റൂമും കൂടി ഉണ്ട്, നോക്കാം. താഴെ വരുന്ന ഒരു ബെഡ്റൂം വരുന്നത് ഈ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ കേസ് ഓപ്പോസിറ്റ് അതേ രീതിയിലാണ്. ഇവിടെ നല്ലൊരു സ്പേസ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. അതേപോലെ ബാത്റൂമും നല്ല രീതിയിൽ സ്പേസ് നൽകിയിട്ടുണ്ട്. എല്ലാ ബാത്റൂമിൻ്റെയും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ജംഗ്ഷനും കാര്യങ്ങളും പൈപ്പിടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്നാമത്തെ നിലയിലേക്ക് പോവാം. നല്ല രീതിയിൽ സ്വന്തം ആവശ്യത്തിന് എടുത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു ഭാഗവും നമുക്ക് യൂസ് ചെയ്യാണ്ട് വരില്ല. നമുക്ക് ഒന്നാമത്തെ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂം തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് സ്പേസ്, അതായത് ഒരു ഹോം തിയേറ്റർ സ്പേസ് ഒക്കെ ആക്കുകയാണെങ്കിൽ ബെഡ്റൂം അത്ര വേണ്ട, ഇതൊരു ഹോം തിയേറ്റർ സ്പേസ് ആക്കുന്നവർക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുറത്തോട്ടേക്കുള്ളൊരു ബാൽക്കണി സ്പേസും ഇവിടെ പുറത്തോട്ടേക്ക് നൽകിയിട്ടുണ്ട്. ആണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. നമുക്ക് മുകളിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് ഇത് വലിയ ബെഡ്റൂമൊന്നുമല്ല, ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്പേസിൽ കൊടുത്ത ഒരു ബെഡ്റൂമാണ്. ബാൽക്കണി സ്പേസ് നേരെ ഓപ്പോസിറ്റ് നൽകിയിട്ടുണ്ട്. ബാത്റൂം സ്പേസ് ഇതാണ്. വെളിച്ചക്കുറവുണ്ട്. പൈപ്പും കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇനി ഫ്ലോറിങ്ങിൻ്റെ വർക്ക് നല്ല രീതിയിൽ മറ്റുള്ള വർക്കുകളിലേക്കാണ് നമുക്കിത് കിടത്താനുള്ളത്. അതുപോലെ മൂന്നാമത്തെ ബെഡ്റൂം, അതിനു മുമ്പേ നമുക്കൊരു ഓപ്പൺ ബാൽക്കണി സ്പേസ്, ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു
വ്യൂ ആണ്, കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ വലിയ ഒച്ചപ്പാടോ ബഹളമുള്ള ഒരു ഏരിയ അല്ല, എന്നാലും അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അതേപോലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. മൂന്നാമത്തെ ബെഡ്റൂം പോകുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇത് നമുക്കൊരു സ്ക്വയർ റൂമോ അല്ലെങ്കിൽ പ്രാർത്ഥനാ റൂം എന്നൊക്കെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. അതിനും ഈ പറഞ്ഞ പോലെ ബാത്റൂം നൽകിയിട്ടുണ്ട്. അതായത് 5 ബെഡ്റൂമുകൾക്ക് 5നും ബാത്റൂമൊക്കെ ഏകദേശം വർക്കുകളൊക്കെ ചെയ്തതാണ്. ഇനി വയറിങ്ങിൻ്റെ പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം ബാക്കിയുള്ള പൈപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ 5 ബെഡ്റൂം, അതായത് മുകളിൽ 3 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂരേക്ക് പോകുന്ന ഹൈവേയിൽ പാച്ചപ്പൊയ്ക എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഏകദേശം 400 മീറ്റർ വെള്ളപ്പന്തൽ റോഡിലേക്ക് വരികയാണെങ്കിൽ മെയിൻ റോഡിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. 400 മീറ്റർ നടന്ന് പോവുകയാണെങ്കിൽ 2 വീലർ പോവുകയാണെങ്കിൽ വേറെയും റോഡുകളെല്ലാം ഉണ്ട്. ചോദിക്കുന്ന വില, അതായത് 14 സെൻറ്റ് സ്ഥലവും 3200 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വർക്ക്, ഈ വർക്ക് വരെയുള്ള ഈ ഒരു വീടാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. ഏകദേശം 94 ലക്ഷം രൂപയോളം മുതൽ മുടക്കുന്നുണ്ട്. ക്ലൈൻറ്റിന് പെട്ടെന്നുള്ളൊരു അത്യാവശ്യം സെയിലായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റേറ്റിൽ കൊടുക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളും ഒരു ഏകദേശം ഒരു 20 ലാഖിൻ്റെ ഉള്ളിൽ എന്തായാലും കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആരോടെങ്കിലും വിളിച്ചൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നാവും. കാരണം നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടത് ഒരു 20 ലാഖിൻ്റെ ഉള്ളിൽ 18 ലക്ഷം രൂപയാണ് ഏകദേശം ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കിന് പറഞ്ഞിരിക്കുന്നത്. എന്നാലും 14 സെൻറ്റ് സ്ഥലമുണ്ട്, 3200 സ്ക്വയർ ഫീറ്റിലൊരു വീടുമാണ്. പിന്നെ അമ്പലം, പള്ളി, മദ്രസ, സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഒരു ഏകദേശം 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററും പരിധിയിലെല്ലാം ലഭിക്കുന്ന ഒരു ഏരിയ ആണ്. പെട്ടെന്ന് മെയിൻ റോഡിലേക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അന്നേരം ഇതിൻ്റെ ഒരു ഉടമ ചോദിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. ഇതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ. നല്ലൊരു ഡീൽ.